പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേകം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാത്മീയ വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ എളിമ കൊണ്ട് നിങ്ങളെല്ലാവരും നിറയട്ടെ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ പ്രാവശ്യവും ആമുഖത്തിൽ ഞാനിതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഹൃദയം കൊണ്ട് മാതാവിൻ്റെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കണം. ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കണം. അതിൻ്റെ എല്ലാം വലിയ നന്മ വിധി ദിവസത്തിൽ ന്യായവിധി ദിവസത്തിൽ നമ്മൾ അനുഭവിക്കും. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ്റെ ഒരു ആത്മീയ സ്നേഹ കൂട്ടായ്മയിൽ നമ്മൾ ഈ വചന ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയുടെ കൂടെ പ്രവർത്തിച്ച ദൈവമാണ്. അവർക്ക് മുമ്പേ പോയ ദൈവമാണ്. ഇന്നും അതേ കർത്താവ്, ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും കർത്താവ് നമ്മുടെ കൂടെ വരും. കർത്താവ് നമ്മുടെ മുമ്പേ പോകും. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എത്രയോ സാക്ഷ്യങ്ങൾ, നമ്മുടെ തന്നെ എത്രയോ ജീവിതാനുഭവങ്ങൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സമയത്ത് നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ വലിയൊരു കൂട്ടായ്മ, കർത്താവിൻ്റെ വലിയൊരു സാന്നിധ്യം ഇന്ന് ജീവിതത്തിൽ കർത്താവ് ഇടപെടണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം കർത്താവ് മുൻപേ പോകുന്നത് കണ്ട് പ്രാർത്ഥിക്കുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നന്നായിട്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശയ്യ പ്രവചനം 45-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഞങ്ങൾക്ക് മുൻപേ പോകണമേ, മലകൾ നിരപ്പാക്കിയിടണമേ, പിച്ചളവാതിൽ തകർക്കണമേ, ഇരുമ്പോടാമലൊടിക്കണമേ. ഞങ്ങൾക്ക് മുൻപേ പോകണമേ, മലകൾ നിരപ്പാക്കിയിടണമേ, പിച്ചളവാതിൽ തകർക്കണമേ, ഇരുമ്പോടാമലൊടിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. വിജയം നൽകും യോദ്ധാവേ, സൈന്യങ്ങൾ തൻ കർത്താവേ, അടിമത്തത്തിൻ മൃഗങ്ങളെ തകർത്തു നീക്കണം. കൈകൾ ഉയർത്തി വിടുതൽ നൽകും യേശുവേ, തിരുരക്തത്താൽ കഴുകണമേ, ബന്ധനമെല്ലാം നീക്കണമേ, മോചനമേകണമേ. വിജയം നൽകും യോദ്ധാവേ, സൈന്യങ്ങൾ തൻ കർത്താവേ, അടിമത്തത്തിൻ മൃഗങ്ങളെ തകർത്തു നീക്കണമേ. വിടുതൽ നൽകും യേശുവേ, തിരുരക്തത്താൽ കഴുകണമേ, ബന്ധനമെല്ലാം നീക്കണമേ, മോചനമേകണമേ. പുറപ്പാടിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ തിരുവചനം, എന്നെ ആരാധിക്കാൻ വേണ്ടി എന്റെ പുത്രനെ വിട്ടയക്കുക. ഓ ദൈവമേ, നാളുകളായി പല വിധത്തിലുള്ള അടിമത്തങ്ങളിൽ കടന്ന് കർത്താവിനെ ആരാധിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വചനം വായിക്കാൻ പറ്റുന്നില്ല, ധ്യാനിക്കാൻ പറ്റുന്നില്ല, ദേവമാരി ചൊല്ലാൻ പറ്റുന്നില്ല. ഇങ്ങനെ തടസ്സം കിടക്കുന്ന ഓരോ കുടുംബങ്ങളും കർത്താവ് ഇപ്പോൾ വിടുതൽ പ്രാപിക്കാൻ തക്കവിധം അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കൽപ്പന അയക്കണമേ. ദൈവമേ,
സാറായുടെ കുടുംബത്തിൽ ഒരുപാട് പൈശാചിക പീഡന രോഗപീഠങ്ങളും നടന്നപ്പോൾ സ്വർഗ്ഗ ദൂതന്മാരെ വിടിവിച്ച കർത്താവേ, ഇപ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ. ഫറവോയിൽ നിന്നും ഇസ്രായേലിനെ വിടുവിച്ച ദൈവമേ, കൈയടിച്ച് ദുഷ്ടനെ ബന്ധിച്ച സാറയെ രക്ഷിക്ക മനസ്സായ ദൈവമേ, വചനമായ ചീടണമേ, മക്കളെ വിടുവിക്കണമേ. വിജയം നൽകും യോദ്ധാവേ, സൈന്യങ്ങൾ തൻ കർത്താവേ, അടിമത്തത്തിൻ മുഖങ്ങളെ തകർത്തു നീക്കണമേ. വിടുതൽ നൽകും യേശുവേ, രക്തത്താൽ കഴുകണമേ, ബന്ധനമെല്ലാം നീക്കണമേ, മോചനമേകണമേ. വിജയം നൽകും യോദ്ധാവേ, സൈന്യങ്ങൾ തൻ കർത്താവേ, അടിമത്തത്തിൻ മുഖങ്ങളെ തകർത്തു നീക്കണമേ. വിടുതൽ നൽകും യേശുവേ, രക്തത്താൽ കഴുകണമേ, ബന്ധനമെല്ലാം നീക്കണമേ, മോചനമേകണമേ. യെശയ്യാ പ്രവചനം 42-ാമത്തെ അധ്യായത്തിന് 2-ാം തിരുവചനം വചനം വെളിപ്പെടുത്തുന്നു. കർത്താവിന്റെ പ്രവർത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. സ്വർഗത്തിൽ നിന്ന് കർത്താവിന്റെ വചനം പാഞ്ഞു വരുന്നു. ദൈവമേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും ഓരോ വ്യക്തിയുടെ ഹൃദയത്തിലേക്കും സ്വർഗത്തിന്റെ വചനം ഇടിമിന്നൽ പോലെ വ്യാപരിക്കട്ടെ. കുരിശിൽ ചിന്തിയ രക്തത്താൽ ഞങ്ങൾ വീണ്ടെടുത്തവനേ, വചനമായ ചീടണമേ, വിടുതൽ നൽകിയിടണമേ. വിജയം നൽകും യോദ്ധാവേ, സൈന്യങ്ങൾ തൻ കർത്താവേ, അടിമത്തത്തിൻ മുഖങ്ങളെ തകർത്തു നീക്കണമേ. വിടുതൽ നൽകും യേശുവേ, രക്തത്താൽ കഴുകണമേ, ബന്ധനമെല്ലാം നീക്കണമേ, മോചനമേകണമേ. വിജയം നൽകും യോദ്ധാവേ, സൈന്യങ്ങൾ തൻ കർത്താവേ, അടിമത്തത്തിൻ മുഖങ്ങളെ തകർത്തു നീക്കണമേ. വിടുതൽ നൽകും യേശുവേ, രക്തത്താൽ കഴുകണമേ, ബന്ധനമെല്ലാം നീക്കണമേ, മോചനമേകണമേ. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ കുടുംബങ്ങളെ മുഴുവൻ കഴുകണമേ. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എല്ലാ വസ്തുവകളെയും കഴുകണമേ. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവൻ കഴുകണമേ. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങൾക്കുള്ളവരെയും കഴുകണമേ. ഒത്തിരിയിട്ട് വേർതിരിക്കണമേ. ആരാധന 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 ആരാധന. ഭാരം നീങ്ങട്ടെ, ഭാരം നീങ്ങട്ടെ, ഭാരം നീങ്ങട്ടെ, ഭാരം നീങ്ങട്ടെ, ഭാരം നീങ്ങട്ടെ. സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ, സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ, സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ, സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ഹല 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 ഹല. ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും നാളുകളായി കെട്ടിട്ടിരിക്കുന്ന കെട്ടുകൾ യേശുനാമത്തിൽ പൊട്ടിപ്പോട്ടെ, പൊട്ടിത്തരട്ടെ. ആരാധന 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 ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. വലിയ സന്തോഷത്തോടെ നമുക്ക് ഇരിക്കാം. കുഞ്ഞുങ്ങൾക്കെല്ലാം സുഖമാണല്ലോ അല്ലേ? ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എപ്പോഴൊക്കെയാണ് പിൻവാങ്ങേണ്ടത്. ഹല്ലേലൂയ. Hallelujah. കഴിഞ്ഞ നാളുകളിൽ ഒരു അഭിഷേകം എന്ന എപ്പിസോഡിൽ പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാകരുത് എന്നൊരു വചനം കേട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്നാൽ ബൈബിളിൽ ചില സാഹചര്യങ്ങളിൽ നിന്ന്, ചില പ്രത്യേക മേഖലകളിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുന്നത് നല്ലതാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഏതൊരു കാര്യത്തിനും ഈശോയിലേക്കാണ് നോക്കേണ്ടത്. ഏതൊരു കാര്യത്തിനും മാതൃക നമ്മുടെ കർത്താവിൻ്റെ മാതൃകയാണ്. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ തൻ്റെ പരസ്യജീവിത കാലത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന്, പല കാര്യങ്ങളിൽ നിന്ന് ഈശോ പൊടുന്നനെ പിൻവാങ്ങിയ ചില രംഗങ്ങളുണ്ട്. ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പല സ്ഥലങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ
ഈശോ പിൻവാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കും ചില പിൻവാങ്ങലിൻ്റെ ജീവിത രീതികൾ ആവശ്യമാണെന്ന് വചനം വെളിപ്പെടുത്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോ എപ്പോഴൊക്കെയാണ് പിൻവാങ്ങിയത് എന്നതിന് ആദ്യത്തെ ഉത്തരം, ഈശോയ്ക്ക് എപ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ തോന്നിയിട്ടുണ്ടോ അപ്പോഴെല്ലാം ഈശോ പിൻവാങ്ങി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പിൻവാങ്ങണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 15-16 തിരുവചനങ്ങൾ. ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 5 വേഴ്സ് 15 and 16. എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവൻ്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. അടുത്ത വാക്ക് പ്രധാനപ്പെട്ടതാണ്. അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആ രംഗം ഒന്ന് ഭാവനയിൽ കാണുന്നത് നല്ലതാണ്. ഈശോയുടെ അടുത്തേക്ക് അനേക ആൾക്കാർ വരികയാണ്. വരുന്നവർക്കെല്ലാം രോഗസൗഖ്യം കിട്ടുന്നു. അനേകരുടെ പിശാച് ഒഴിഞ്ഞു പോകുന്നു. അനേകരുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ട് ദൈവജനം ഈശോയുടെ ചുറ്റും തിങ്ങിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈശോയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സമയമില്ല. ഈശോയ്ക്ക് ഒന്ന് ഉറങ്ങാൻ സമയമില്ല. ഏതെങ്കിലും വീട്ടിൽ ഈശോ ഒരു ചെന്ന് കഴിഞ്ഞാൽ ആ വീടിൻ്റെ വാതിൽപ്പടി പോലും അതുപോലെ തിരക്ക്. അത്രയും ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, അപ്പോൾ ഈശോയ്ക്ക് തോന്നുകയാണ്, എപ്പോൾ ഈശോയ്ക്ക് ഇടയ്ക്ക് പ്രാർത്ഥിക്കണമെന്ന് എപ്പോൾ തോന്നിയിട്ടുണ്ടോ ഒപ്പം ഉടനെ കാര്യം ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിലും, ഇത്രയും നന്മയൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിലും ഈശോ ഉടനെ തന്നെ അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് ഇതിൽ നിന്ന് പിൻവാങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൻ്റെ അനുഭവം കണ്ടതിൽ നിന്നും വചനത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളോടൊരു കാര്യം പറയാം. ശ്രദ്ധിച്ചു കേട്ടോ. പിൻവാങ്ങാതെ പ്രാർത്ഥിക്കാനാവില്ല. പിൻവാങ്ങാതെ പ്രാർത്ഥിക്കാനാവില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രവൃത്തികളിൽ നിന്ന് ഒരു പിൻവാങ്ങൽ വന്നാലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അനേകം ആൾക്കാർക്ക് ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് പിൻവാങ്ങാത്തത് കൊണ്ടാണ് പ്രാർത്ഥിക്കാനാവാത്തത്. പിൻവാങ്ങാനാവാത്തത് കൊണ്ടാണ് പ്രാർത്ഥിക്കാനാവാത്തത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, സന്ധ്യാപ്രാർത്ഥനയുടെ സമയമായി. കുടുംബത്തിൽ പ്രാർത്ഥന നടക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പേഴ്സഭറിൻ്റെ സമയമാണ്. വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ സമയമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില പശ്ചാത്തലത്തൊക്കെ ഓൺലൈൻ മാസ് ഒക്കെ സംബന്ധിക്കുന്ന സമയമാണ്. അപ്പോൾ ആക്റ്റീവായിട്ട് വേറെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ കമ്പ്യൂട്ടറിൽ വളരെ സ്പീഡിൽ ചില ജോലികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പേപ്പർ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ സീരിയസ് ആയിട്ടുള്ള വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ആ മേഖലകളിൽ നിന്ന് അവസാനിപ്പിച്ച് ഒരു പിൻവാങ്ങൽ നടത്താത്തിടത്തോളം കാലം പ്രാർത്ഥനാ ജീവിതത്തിൽ വളരാൻ പറ്റുകയില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം, യേശുവിനില്ലാത്ത തിരക്ക് എന്തിനാ നമുക്ക്? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈശോയ്ക്ക് ഇല്ലാത്ത തിരക്ക് എന്തിനാ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്ക്? ഇതേപോലെ തിരക്ക് നടത്തി, ഇതേപോലെ പ്രാർത്ഥനയ്ക്കുള്ള സമയം മാറ്റിവെക്കാതെ ഇങ്ങനെ നടന്നിട്ട് എന്നാ ബാക്കിയുള്ളത്? ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കടം, കുറച്ച് കണ്ണുനീര്, കുറച്ച് മനസമാധാനക്കേട്. 3 കാര്യം ബാക്കിയുണ്ടാവും: കടം, കണ്ണുനീര്, മനസമാധാനക്കേട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, മറ്റൊരു എപ്പിസോഡ് ഞാൻ സൂചിപ്പിച്ച ഒരു വചനമാണിത്. മത്തായിയുടെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിന്റെ 22, 23 തിരുവചനങ്ങൾ. ഗോസ്പൽ ഓഫ് സെന്റ് മാത്യു ചാപ്റ്റർ 14 വേഴ്സ് 22 and 23. ജനസഞ്ചയത്തെ പിരിച്ചു വിടുമ്പോഴേക്കും തനിക്ക് മുൻപേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചു വിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറി. രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, എത്ര വലിയ നന്മയാണെങ്കിലും നമുക്ക് പ്രാർത്ഥനയ്ക്ക് സമയമാകുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് ഈശോ വിളിക്കുമ്പോൾ, എൻ്റെ സഹോദരങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിനകത്ത് അവസാനിപ്പിച്ച് അതിന് നോ പറഞ്ഞ് അത് വേണ്ടെന്ന് വെച്ച് വരാത്തിടത്തോളം കാലം പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. ഇത് പിശാചിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമുക്ക്
പിൻവാങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള പല പരിപാടികളും തിന്മയൊപ്പിച്ചു വെക്കും. അതൊരു പക്ഷേ വരുന്നത് ഒരു 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 ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയുടെ ആണെങ്കിൽ ശുശ്രൂഷയുടെ രൂപത്തിലായിരിക്കും, ജോലിയാണെങ്കിൽ ജോലിക്കാരൻ്റെ ജോലിയുടെ രൂപത്തിലായിരിക്കും, പ്രൈസ് ദി ലോർഡ്, ബിസിനസ്സുകാരൻ്റെ രൂപത്തിലായിരിക്കും, ബിസിനസിന്റെ രൂപത്തിലായിരിക്കും. എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് പിശാചൊരുക്കുന്ന കെണികളെ കുറിച്ച് ഒരു അറിവ് വേണം. എന്തിനു വേണ്ടിയിട്ടാ ബൈബിളിൽ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ ഈശോ പിൻവാങ്ങി, തിരക്ക് കൂട്ടി നിൽക്കുമ്പോൾ ഈശോ പിൻവാങ്ങി, ഈശോ മറ്റവരെ പറഞ്ഞയച്ചു, ഇവരെ അങ്ങോട്ട് പോയി, ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എൻ്റെ സഹോദരങ്ങളെ, സമാന ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമെന്നതുകൊണ്ടാണ്. മൊബൈൽ വളരെ സീരിയസ് ആയിട്ട് കാര്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തുനിന്ന് പിൻവാങ്ങിയാലല്ലേ ബാക്കി കാര്യത്തിന് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ആൾക്കാരുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥനയുടെ സമയമായി എന്നറിയാം, അതൊന്ന് അവസാനിപ്പിച്ചാലല്ലേ പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, പിൻവാങ്ങാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് പ്രാർത്ഥനകൾ വളരാൻ പറ്റാത്തത്. പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത് ഈശോ പിൻവാങ്ങിയ ചില രംഗങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ, ആവശ്യമില്ലാത്ത മഹത്വം ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഈശോ പിൻവാങ്ങി. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 15-ാം തിരുവചനം, Gospel of St. John chapter 6 verse 15. അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ട് പോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി. പ്രൈസ് ദി ലോർഡ്. ആ വചനത്തിന്റെ പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് 5 അപ്പത്തെ കർത്താവ് വർദ്ധിപ്പിച്ച്, ആ 5 ബാർലിയപ്പൻ അപ്പം വർദ്ധിപ്പിച്ച്, അവസാനം അവിടെയുള്ള ജനക്കൂട്ടം മുഴുവൻ ഭക്ഷിച്ച് തൃപ്തരായി. അവസാനം 12 കുട്ട ബാക്കി അവശേഷിച്ചു. അത്രയും വലിയൊരു സംഭവം നടന്നിരിക്കുകയാണ്. ഉടനെ എന്തെന്നറിയോ? ഉടനെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ സ്നേഹം അങ്ങോട്ട് മൂത്തിട്ട് ഈശോയെ പിടിച്ച് രാജാവാക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചില ഭാവങ്ങൾ ആരംഭിക്കുകയാണ്. എന്നാൽ സ്റ്റെപ്പ് നടത്തി ചില ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോയ്ക്ക് കാര്യം മനസ്സിലായി. എൻ്റെ സഹോദരങ്ങളെ, ഉടനെ ഈശോ അവിടുന്ന് പിൻവാങ്ങി എന്ന് ബൈബിൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതെന്തിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്? എൻ്റെ സഹോദരങ്ങളെ, ദൈവഹിതമല്ലാത്ത ചില മഹത്വം നമുക്ക് വരുമ്പോൾ, ദൈവഹിതമല്ലാത്ത ചില പുകഴ്ത്തൽ വരുമ്പോൾ, ദൈവഹിതമല്ലാത്ത ചില ഉയർത്തലുകൾ വരുമ്പോൾ, ദൈവഹിതമല്ലാത്ത ചില അവസരങ്ങൾ വരുമ്പോൾ, പ്രിയപ്പെട്ട ദൈവപൈതലേ, നീയും ഞാനും പിൻവാങ്ങാൻ വേണ്ടിയിട്ടാണ് ബൈബിളിൽ ഈശോ ഇങ്ങനെ ചെയ്തതായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈശോയ്ക്ക് അറിയാം, ഇത് മരുഭൂമിയിൽ ഉണ്ടായ പരീക്ഷ, ആ പ്രലോഭകൻ വേറൊരു വേഷത്തിൽ വരുന്നതാണെന്ന് ഈശോ സെൻസ് ചെയ്തു, അല്ലേ? അതാണ് പ്രലോഭകൻ വേഷം മാറി വരികയാണ്. പഴയ പ്രലോഭനം തന്നെ പുതിയ വേഷത്തിൽ, പഴയ സംഗീതത്തിൽ പുതിയ കുപ്പിയിൽ എന്ന് പറയുന്ന പോലെ. ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 5-7 തിരുവചനങ്ങൾ, Gospel of Luke chapter 4 verse 5 and 7. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരങ്ങളെ, ഇതേ പ്രലോഭനം തന്നെയാണ് ഇപ്പോൾ വേഷം മാറി, കണ്ടോ, എല്ലാം രാജാവാക്കാം, അധികാരം തരാം, ഇതെല്ലാം എൻ്റേതാണ് എന്നുള്ള രീതിയിൽ വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അർഹതയില്ലാത്ത അംഗീകാരം ലോകം വെച്ച് നീട്ടുമ്പോൾ അന്ന് പിൻവാങ്ങാൻ പഠിക്കണം. ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ചുറ്റും നിന്ന ആൾക്കാർ ദൈവത്തെക്കാൾ ഉപരി നമ്മളെ പൊക്കി പറയുന്ന, പുകഴ്ത്തി പറയുന്ന ചില സന്ദർഭങ്ങൾ വരും. എൻ്റെ സഹോദരങ്ങളെ, പിന്മാറാൻ പഠിക്കണം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. ദൈവഹിതമില്ലാത്ത അവസരങ്ങളിൽ നിന്ന് നന്മയാണെങ്കിൽ പോലും പിൻവാങ്ങാൻ പഠിക്കണം. Hallelujah. Hallelujah. ചിന്തിച്ചു നോക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കണം. ഓടി രക്ഷപ്പെടണം, സർപ്പത്തിൽ നിന്ന് പോലും ഓടി രക്ഷപ്പെടണം എന്നാണ് വചനത്തിന് നൽകുന്ന സൂചന. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഓരോ വചനവും നമുക്ക് ആത്മശോധനയ്ക്കുള്ള അവസരങ്ങളാണ്. എത്രയോ സാഹചര്യങ്ങളിൽ അർഹതയില്ലാത്ത പുകഴ്ത്തലുകൾ, അർഹതയില്ലാത്ത സ്ഥാനങ്ങൾ, അർഹതയില്ലാത്ത തരത്തിൽ അവസരങ്ങളൊക്കെ വരുമ്പോൾ കർത്താവ് സട കുടഞ്ഞെന്നതുപോലെ എൻ്റെ സഹോദരങ്ങളെ എഴുന്നേറ്റ് പോകാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് ഈശോ പിൻവാങ്ങിയ രംഗം
എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിഷ്യന്മാരുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി ഈശോ പിൻവാങ്ങി എന്ന വചനം നമ്മളെ സൂചിപ്പിക്കുക. ശിഷ്യന്മാരുടെ കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 30-32 തിരുവചനങ്ങൾ. ഗോസ്പൽ ഓഫ് സെന്റ് മാർക്ക് ചാപ്റ്റർ 6 വേഴ്സ് 30-32. അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങളൊരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, ഒരുപാട് തരത്തിലുള്ള ബഹുകാര്യ വ്യഗ്രതം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ജനങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാലും ഈശോ ആ തിരക്കുകളിൽ നിന്ന് പിൻവാങ്ങിയിട്ട് അപ്പസ്തോലന്മാരുടെ കൂടെ ആയിരിക്കാൻ, ശിഷ്യന്മാരുടെ കൂടെ ആയിരിക്കാൻ ഈശോ സമയം കണ്ടെത്തി. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 3-ാം തിരുവചനം. ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 6 വേഴ്സ് 3. യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരങ്ങളെ, ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? അത് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ തിരക്ക് പിടിച്ചുള്ള ഓട്ടമൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് കുടുംബത്തിൻ്റെ കൂടെ ഇരിക്കാൻ സമയം കണ്ടെത്തണം. ജീവിത പങ്കാളിയുടെ കൂടെ ഇരിക്കാൻ, മക്കളുടെ കൂടെ ഇരിക്കാൻ, മാതാപിതാക്കന്മാരുടെ കൂടെ ഇരിക്കാൻ സമയം കണ്ടെത്തണം. ഒരു കമ്മ്യൂണിറ്റി ലൈഫ് നയിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അത് വൈദികരാണെങ്കിൽ സിസ്റ്ററാണെന്നുണ്ടെങ്കിലും, 100 ശുശ്രൂഷകളും ഒരുപാട് കാര്യങ്ങൾ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ സഹോദരൻ കമ്മ്യൂണിറ്റിയുടെ കൂടെ സമയം ചെലവഴിക്കാൻ കണ്ടെത്തണമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, അതാ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, കുടുംബത്തിൻ്റെ കൂടെ ഇരിക്കാൻ സമയമില്ല, ഒന്ന് സംസാരിക്കാൻ സമയമില്ല, ഒരു ഷെയറിങ്ങിന് സമയമില്ല. ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടിയിട്ട് എന്തുണ്ട് ബാക്കി? ശിഥിലമായ കുടുംബത്തിൻ്റെ അവസ്ഥയിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 9 വേഴ്സ് 18. ഒരിക്കൽ അവൻ തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു, ശിഷ്യന്മാരും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, ഈശോ തനിയെ പ്രാർത്ഥിക്കുന്നു, ശിഷ്യന്മാരുടെ കൂടെ പ്രാർത്ഥിക്കുന്നു, ദൈവജനത്തിന്റെ കൂടെ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, ഈ തിരക്ക് പിടിച്ച ഓട്ടം അവസാനിപ്പിച്ച് കുടുംബ പ്രാർത്ഥനയ്ക്ക് കൂടെ ഇരിക്കാനൊരു സമയം കണ്ടെത്തുന്നത് വചനം പഠിപ്പിക്കുകയാണ്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കാര്യം നമ്മൾ വ്യക്തിപരമായി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടാവും, ഒരുപാട് ശുശ്രൂഷകളൊക്കെ സംബന്ധിക്കുന്നുണ്ടാകും, യൂട്യൂബിലൂടെ ഒരുപാട് വചനം കേൾക്കുന്നുണ്ടാകും, ഒരുപാട് പ്രൈസാവാഴ്ച ശുശ്രൂഷ സംബന്ധിക്കുന്നുണ്ടാകും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം കുടുംബത്തിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥനയ്ക്ക് സമയം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങണം. കുടുംബ പ്രാർത്ഥനയ്ക്ക് വീട്ടിൽ സമയത്ത് എത്തണമെന്നുണ്ടെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ പിൻവാങ്ങാതെ എങ്ങനെ എത്താൻ പറ്റണത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് ചില വൈകാരികമായിട്ട് പറയണത് ദേഷ്യം കൊണ്ടൊന്നല്ല, മറിച്ച് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. സഹോ, ഈശോ പിൻവാങ്ങി കാണിച്ചു തരികയാണ്. എന്തിനു വേണ്ടിയിട്ടാ? പ്രാർത്ഥിക്കാൻ ഈശോ പിൻവാങ്ങി. പ്രൈസ് ദി ലോർഡ്. ആവശ്യമില്ലാത്ത മഹത്വം കിട്ടുന്ന സ്ഥലത്തുനിന്ന് ഈശോ പിൻവാങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയ്ക്ക് ഏറ്റവും അടുത്തുള്ള അപ്പസ്തോലന്മാരുടെ കൂടെ ആയിരിക്കാൻ, അവരുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ, അവരോട് വിശ്രമിക്കാൻ, അവരോട് ഉല്ലസിക്കാൻ, അവരോട് സംസാരിക്കാൻ ഈശോ പിൻവാങ്ങുകയാണ്. വേറെ കുറെ കാര്യം കട്ട് ചെയ്തിട്ട് വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാലാമതായി ഈശോ പിൻവാങ്ങിയതായി ബൈബിളിൽ കാണുന്ന രംഗം, ചില പ്രത്യേക അവസരങ്ങളിൽ വളരെ വിവേകത്തോടെ ഈശോ പിൻവാങ്ങി എന്നുള്ളതാണ്. നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെ പോലെ വിവേകികളായിരിക്കും എന്ന് പറഞ്ഞ് ഈശോ എത്രയോ കൃത്യമായിട്ട് കാണിച്ചു തന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 12-ാം തിരുവചനം. ഗോസ്പൽ ഓഫ് സെന്റ് മാത്യു ചാപ്റ്റർ 4 വേഴ്സ് 12. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും വചനം വെളിപ്പെടുത്തുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിന്റെ 13-15 തിരുവചനങ്ങൾ. അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, ഉടനെ അത് സുഖം പ്രാപിച്ച് മറ്റേ കൈ പോലെയായി. ഫരിസേയർ അവിടെ നിന്ന് പോയി അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചന നടത്തി. ഇത് മനസ്സിലാക്കിയ യേശു അവിടെ നിന്ന് പിൻവാങ്ങി. വീണ്ടും മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 12-13 തിരുവചനങ്ങൾ.
അവൻ്റെ ശിഷ്യർ ചെന്ന് മൃതശരീരം എടുത്ത് സംസ്കരിച്ചു. സ്നാപയോഹന്നാനെ കുറിച്ചാണ്. അനന്തരം അവർ യേശുവിന് വിവരം അറിയിച്ചു. യേശു ഇത് കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എൻ്റെ സഹോദരങ്ങൾ, ഈശോ ഇങ്ങനെ പിൻവാങ്ങിയത് ഈശോയ്ക്ക് കഴിവില്ലാഞ്ഞിട്ടാണോ? ഇത്ര അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, ഇത്രയും ദൈവകൃപ നിറഞ്ഞ, അല്ലെങ്കിൽ സ്വർഗം തന്നെ നേരിട്ട് പ്രവർത്തിക്കുന്ന ഈശോ എന്തുകൊണ്ടാണ് പിൻവാങ്ങിയത്? അത് നമുക്കൊരു മാതൃക തരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ സഹോദരങ്ങളെ. ചില സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം നൽകിയ വിവേകം ഉപയോഗിച്ച് പിൻവാങ്ങണമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. എന്നാൽ അതേ സമയം തന്നെ ഈശോ വളരെ ശക്തമായി ഇടപെടുന്ന രംഗങ്ങളുമുണ്ട്. ഹെരോദേസിന്റെ മുഖത്ത് നോക്കി വിളിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അല്ലെ, അവനോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഫരിസേയരോട് നിയമജനോട് ഈശോ കൃത്യമായിട്ട് ചില മറുപടി കൊടുന്നു കൊടുക്കുന്ന രംഗങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സമയത്തിനനുസരിച്ച് ഈശോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം തീരുമാനിച്ച് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിനനുസരിച്ച് ഈശോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല ചാടിക്കേറി എല്ലാത്തിനും കൂടെ ഇടപെടുക അല്ല ചെയ്യുന്നത്. Praise the Lord. Praise the Lord. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിവേകം ഉപയോഗിച്ച് പിൻവാങ്ങേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങണം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ഒന്നിനെ പുറകോട്ട് മാറണമെന്നോ പ്രശ്നങ്ങൾ ഇടപെടാതിരിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈശോ എല്ലാ കാര്യത്തിലും ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇടപെടാൻ സമയമായിട്ടില്ല എന്നുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് കൊടുത്തതുകൊണ്ട് ഈശോ പിൻവാങ്ങി. പിന്നെ ഇടപെടേണ്ട സമയത്ത് ഈശോ ഇടപെടുകയും ചെയ്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന വചനങ്ങൾ ആസച്ചായിട്ട് അത് വലിയ ശക്തി പരുന്നൊരു വചനമായിട്ട് തോന്നിയല്ല, പക്ഷെ ചില പ്രവർത്തികളാണത്. അതുപോലെ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് സഹോദരങ്ങളെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പിൻവാങ്ങാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നുണ്ട്. സംശയം വേണ്ട. കുടുംബത്തിൻ്റെ കൂടെ ആയിരിക്കാൻ, കമ്മ്യൂണിറ്റിയോടെ ആയിരിക്കാൻ ഈശോ നമ്മളെ വിളിക്കുന്നുണ്ട്. പിൻവാങ്ങിയേ പറ്റൂ. എൻ്റെ സഹോദരൻ, വിവേകം ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ പിൻവാങ്ങേണ്ട തലങ്ങളുണ്ട്. ചിന്തിക്കണം. ആവശ്യമില്ലാത്ത മഹത്വം കിട്ടുന്നതെന്ന് ഓടിപ്പോണം, പിൻവാങ്ങണം. ഈശോ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. പരമപരിശുദ്ധനായ നമ്മുടെ കർത്താവിൻ്റെ മുൻപിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെല്ലാം നമുക്ക് തുറന്നു വയ്ക്കാം. 119 സങ്കീർത്തനത്തിൽ വചനം പഠിപ്പിക്കുന്നു, ഞാൻ എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഉത്തരമരുളി. കർത്താവേ, ഈ വചനം കേട്ടപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ദൈവമേ, എനിക്ക് ഒരുപാട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട് ദൈവമേ, പക്ഷേ പലതിനും പിൻവാങ്ങാൻ പറ്റുന്നില്ല. കുടുംബത്തിൻ്റെ കൂടെയൊക്കെ ഒരുമിച്ചായിരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പലതും ഞങ്ങൾ വിട്ടുപോരാൻ പറ്റുന്നില്ല. ദൈവമേ, ഞങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹമുണ്ട്. കർത്താവ്, ഞങ്ങൾക്ക് പറ്റാത്തടത്ത് അവിടുന്ന് സഹായകനായ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് വാഗ്ദാനം വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണം. ദൈവമേ, പാപത്തിൽ നിന്ന് വിട പറയാൻ ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ആവശ്യമില്ലാത്ത കാര്യം വേണ്ടാന്ന് വെക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ്. പ്രാർത്ഥിക്കുന്ന സമയമാകുമ്പോൾ ബാക്കി എല്ലാത്തിനോടും നോ പറഞ്ഞു വരാൻ ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആത്മാവാൻ ദൈവമേ, ഞങ്ങളുടെ മേൽ വലിയ കൃപ ചൊരിയണമേ. ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ റൂഹായേ, ഈ ആശീർവാസം അത് അനേകരുടെ മേൽ കർത്താവ് കൃപ ചൊരിയുന്നു.